ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇത് നിരണം പള്ളി, സെയിൻറ് തോമസ് ചർച്ച് നിരണം. തോമാസ് ലീഹ സ്ഥാപിച്ച പള്ളി. മെയിൻ ഗേറ്റ് ആൻഡ് ദി ചർച്ച്. ഇതാണ് പള്ളിക്കകം. അതിന്റെ മദ്ബഹ. നീലക്കൽ കോട്ടക്കാവ് കൊക്കമംഗലം കൊല്ലം മലങ്കരയും ഏഴര പള്ളികളെ. വിശാലമായ ഒരു പള്ളിയങ്കണമാണ്. അവിടെ പള്ളിയോടനുബന്ധിച്ച് 2 മ്യൂസിയങ്ങളുണ്ട്. മെയിൻ മ്യൂസിയം തോമാസ് ലീഹ അവിടെ വന്ന് കാലുകുത്തിയതിൻ്റെ ഓർമ്മകളും കൂടാതെ പരിമല തിരുമേനിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ കാണാനുണ്ട്. ഇൻഫന്റ് ജീസസ് ആൻഡ് മദർ മേരി. ആദ്യം കാണുന്ന കൊച്ചുമുറിയിലുള്ളത് തോമാസ് ലീഹയുടെ തിരുശേഷിപ്പ്. ഇത് ആക്ച്വലി പണ്ടത്തെ ഒരു വലിയ നല്ല തറവാട് വീടാണ്. അതിൻ്റെ മേൽക്കൂരയൊക്കെ കാണുമ്പോഴേ അതറിയാം, പ്രത്യേക രീതിയിലുള്ള മേൽക്കൂര. നല്ല രീതിക്ക് പണിതിരിക്കുന്നു അതിൻ്റെ മേൽക്കൂര. ഉള്ളിലോട്ട് ചെല്ലുമ്പോഴേക്കും പഴയ കാലത്തെ നിലവറയും പിന്നീട് അതിനോടനുബന്ധിച്ചുള്ള അടുക്കള ഉപകരണങ്ങളും എല്ലാം കാണാം. ഇതിനകത്ത് കയറാടാ. ഇത് തോമാസ് ലീഹയുടെ തിരുശേഷിപ്പ് വെച്ചിരിക്കുന്ന പേടകത്തിൻ്റെ 4 വശവുമാണ്. തോമാസ് ലീഹ ജീസസ് ക്രൈസ്റ്റിൻ്റെ തിരുവിലാവിൽ കൈയിടുന്ന ചിത്രമാണ് ഇത്. തോമാ, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞ് ജീസസ് ക്രൈസ്റ്റ് തിരുവിലാവ് കാണിച്ചുകൊണ്ട് അടുത്തേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം ചെയ്തതാണിത്. ഇനി അടുത്ത റൂമിലേക്ക് പോകാം. ഇത് ഇവിടെ കീപ്പ് ചെയ്തിരുന്ന സാധനങ്ങളെല്ലാം മോഷ്ടിക്കുവാൻ വന്ന മോഷ്ടാക്കളെ മദർ മേരി അത്ഭുതകരമായി പ്രത്യക്ഷപ്പെട്ട് ഓടിച്ചു വിടുന്ന രംഗമാണ്. ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പരുമല തിരുമേനിയുടെ ഒരു പല്ലക്കിൻ്റെ ശേഷിച്ച ഭാഗങ്ങളാണിത്. ഇതാ പഴയ ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ. അടുത്ത മുറിയിലുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഇനി ഒറ്റക്കല്ലിൽ തീർത്ത കുരിശുവിളക്ക്. കോൽപ്പൂട്ട്. പഴയ കാലത്തെ കഥകളൊക്കെ പൂട്ടുന്ന രീതികളാണ്. ഇനി എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആരാധനയിൽ ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങൾ. വിവിധ തരം കുരിശുകൾ. കൽഭരണി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, വീഞ്ഞുണ്ടാക്കിയിരുന്ന കൽഭരണി. ഇനി അരി പൊടിക്കുന്ന തിരികല്ലാണ്. പിന്നെ പഴയകാല ലിപിയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാൻ പറ്റുന്നത്. ദൈവമാതാവ് എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1916 മെയ് 29. വെളുപ്പിനെ തന്നെ. കള്ളന്മാർ വടിവാളും കൊടുവാളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഇതാണ് താളിയോല ഗ്രന്ഥങ്ങൾ. പണ്ട് ബുക്കും പേപ്പറും ഒന്നും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു എഴുതി വെച്ചിരുന്നത് കാര്യങ്ങളെല്ലാം. ഇത് ശരിക്കും പനയോലയാണ്. ഏതാണ്ട് 1/2 നൂറ്റാണ്ട് മുൻപ്, അതായത് 50-60 വർഷം മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു ആശാന്മാർ കളരിയിൽ അക്ഷരം പഠിപ്പിച്ചിരുന്നത്. ഓലകളിൽ എഴുതി കൊടുത്തുവിട്ടായിരുന്നു. പഴയകാല ലിപികളാണ് കാണുന്നത്. ഏതാണ്ട് 600 വർഷം മുമ്പ് ഇലച്ചാറുകൾ കൊണ്ടുണ്ടാക്കിയ പെയിന്റിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണിത്.
ഇപ്പോഴത്തെ പെയിന്റ് അല്ല, ഇലച്ചാറുകൾ. പരുമല തിരുമേനിയുടെ ചിത്രം. പരുമല തിരുമേനിയുടെ കിടക്ക. താങ്ക് യു. ബൈ. ആ റിട്ടേൺ മാറ്ററും കൂടെ ഒന്ന് വായിച്ചോളൂ.